ഹലോ കൂട്ടുകാരെ, അടുക്കളയിൽ നിന്നും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദാ 5 മിനിറ്റ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ ദാ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ സേമിയ പായസം റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഒത്തിരി വലിപ്പമുള്ളൊരു പാത്രം നമ്മൾ അടുപ്പത്ത് വെക്കുക. ചൂട് കട്ടിയുള്ള ഉരുളിയോ ഇതേപോലുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പായസം ഉണ്ടാക്കാൻ പാകത്തിന് പറ്റുന്നൊരെണ്ണം അടുപ്പത്ത് വയ്ക്കുക. നന്നായി ചൂടായി വരുമ്പോഴത്തേനും 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ചിട്ട് കാഷ്യൂനട്ടും കിസ്മസും വറുത്തെടുക്കുക. നെയ്യാണ് കേട്ടോ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഇതേപോലെയുള്ള സംഗതികൾക്കൊക്കെ, കാഷ്യൂനട്ടും കിസ്മസും വറുത്തിടാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതാ നന്നായിട്ട് കശുവണ്ടിയും കിസ്മിസും ഒക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും അതൊരു പാത്രത്തിലേക്ക് നമ്മൾ വറുത്തു കോരി മാറ്റി വയ്ക്കുക. നമുക്കിത് ഏറ്റവും ലാസ്റ്റ് പായസത്തിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇടയ്ക്കൊന്ന് കടിക്കാൻ നമുക്ക് പായസത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. അപ്പോൾ ദാ ബാക്കി വരുന്ന നെയ്യിലേക്ക് ഒരു തുള്ളി നെയ്യും കൂടി ഇട്ട ശേഷം ഒടിച്ച് വെച്ചിട്ടുള്ള സേമിയോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് സേമിയോ നീളത്തിലും കിട്ടും, പിന്നെ ഒടിച്ചു വരുന്ന രീതിയിലുള്ളതും കിട്ടും. എനിക്ക് കിട്ടിയത് നീളത്തിലുള്ളതാണ്. അപ്പം ഞാനത് ഒടിച്ചൊടിച്ച് നമ്മുടെ സാധാരണ സേമിയോ പായസത്തിനുള്ള പരുവത്തിലാക്കി നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദാ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേനും നമ്മൾ തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വയ്ക്കുക. നന്നായിട്ട് കുറച്ച് വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സേമിയോ കരിച്ച് കളയരുത്. ഈ ഒരു കളറാകുമ്പോഴത്തേനും ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്തത് 1 കവർ പാക്കറ്റ് പാലാണ്, അതായത് 1/2 ലിറ്റർ പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഇളക്കി കൊടുത്താൽ മാത്രമേ കട്ട പിടിക്കാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് നമുക്ക് ഇളക്കാൻ പറ്റാത്ത വിധത്തിൽ സേമിയോ തമ്മിൽ ഒട്ടിപ്പോവും. അപ്പോൾ ദാ നന്നായിട്ട് അങ്ങനെ ഇളക്കി ചേർത്ത ശേഷം ഞാനിവിടെ ഒരു 3 ഏലക്കയും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. അത് നമ്മുടെ പാലിലും സേമിയോയിലും കൂടി ചേർത്ത മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടത് കൂട്ടിച്ചേർക്കുക. ഇപ്പം തന്നെ നല്ലൊരു മണം നമ്മുടെ കിച്ചണിൽ നിറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകെ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ഞാൻ ഉരുക്കിയ ശർക്കര കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പാലിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി ചേർക്കുക. ഒരു പ്രത്യേക ഫ്ലേവറും കളറും ഒക്കെ ഇപ്പം തന്നെ നമ്മുടെ പായസത്തിന് വരും കേട്ടോ. അപ്പോൾ ദാ നന്നായിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിൽ തിള വരുന്നത് വരെ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇളക്കി കൊടുക്കണം. ഇനിയാണ് മധുരം ചേർക്കേണ്ടത്. ചെറുതായിട്ട് തിള വരുമ്പോഴത്തേനും ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. നമ്മൾ കൈവിടാണ്ട് മാക്സിമം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇങ്ങനെ ഒന്ന് തിളച്ച് നന്നായിട്ടിങ്ങനെ വെട്ടിത്തിളച്ച് വരുന്നത് കാണുമ്പോഴത്തേനും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നോ ഒന്നും കൂടി ഇളക്കിയെടുക്കുക. ഇളക്കിയ ശേഷം ഉടനെ തന്നെ ഇത് അടച്ചു വയ്ക്കുക. ഇത് അടച്ചു വെക്കുന്ന അതേ സമയം തന്നെ നമ്മൾ ഫ്ലെയിമും ഓഫ് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് അതവിടെ ചൂടിലിരുന്ന് അങ്ങനെ കുക്കാവുക. അപ്പോൾ അതാ നമുക്ക് ഗ്യാസും ലാഭിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറക്റ്റ് കൃത്യം വേവിനുള്ള സേമിയ പായസം നമുക്ക് കിട്ടും. അപ്പോൾ ദാ നല്ല കുറുകിയ പരുവത്തിലുള്ള സേമിയ പായസം നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കശുവണ്ടിയും കിസ്മിസും ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നെയ്യിൽ വറുത്തിട്ടുള്ള കശുവണ്ടിയും കിസ്മിസും ഒക്കെ ഇതിൻ്റെ മുകളിൽ നമ്മളിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ പാല് തിളക്കുന്ന നേരം മാത്രം മതി നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ സേമിയ പായസം വെക്കാനായിട്ട്. കറക്റ്റ് വേവിൽ കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതിൽ ഓളൊന്ന് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്